ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡിനെതിരെ നമ്മുടെ നാട്ടിൽ കാക്കാമാര് കടന്ന് കൂകി വിളിക്കുന്നത് കേട്ടിരുന്നു. അതുപോലെ ഉത്തരാഖണ്ഡില് ഒരു ജമാഅത്തുൽ ഉലമായി ഹിന്ദ് എന്ന സംഘടനയുടെ നേതാവ് വന്നിട്ട് ഈ സ്വതന്ത്ര ഭാരതത്തോട് ചാലഞ്ച് ചെയ്യുവാണ്. ഞങ്ങൾ ശരീഅത്ത് നിയമം മാത്രമേ പാലിക്കൂ, ഞങ്ങൾ ഒരിക്കലും ജനാധിപത്യപരമായി പാർലമെന്റ് പാസാക്കിയ ഈ നിയമം ഞങ്ങൾ പാലിക്കില്ലെന്ന്. ഇവരെയൊക്കെ എങ്ങോട്ടാണ് പറഞ്ഞു വിടേണ്ടത്? നമ്മൾ പറയുമ്പം പറയും പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാം, നിങ്ങൾ ആരാന്ന് ചോദിക്കും. പാകിസ്ഥാനിലെ നിയമം ഈ രാജ്യത്ത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് ഈ രാജ്യത്ത് പാകിസ്ഥാന്റെ നിയമം കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് പാകിസ്ഥാനിലേക്ക് വണ്ടി കയറുന്നത്. അത്രയും പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ രീതികളെയും വെല്ലുവിളിക്കുന്ന ഈ കൂട്ടരെയാണ് 1947 മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പാക്ക് ചെയ്തത്. അവിടെ പോയി കിടന്ന് തിന്നു പൊളച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഇവരെ സ്വീകരിക്കുകയും ഇവിടെ നിന്ന് പോയ ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ട് അവരെ വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി വളരാൻ അനുവദിച്ചു. അതുകൊണ്ട് അവർ വീണ്ടും ഈ രാജ്യത്തെ പിളർത്താൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഈ രാജ്യത്തിന്റെ അമരക്കാർ ഇങ്ങനെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതത്തെക്കുറിച്ച് അറിയണമായിരുന്നു. അതല്ലെങ്കിൽ അറിഞ്ഞപ്പോഴെങ്കിലും മനസ്സിലാക്കിയപ്പോഴെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകണമായിരുന്നു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുള്ള ഭവിഷ്യത്താണ് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതം ഇവരെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡില് നിയമം പാസാക്കിയപ്പോൾ, ഏക സിവിൽ കോഡ് പാസാക്കിയപ്പോൾ പുഷ്കർ സിംഗ് ധാമി എങ്ങാനും ഒന്ന് കിട്ടിയാലുണ്ടല്ലോ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാക്കാമാരി വെയ്ക്കിളി പിടിച്ചിട്ട് നെട്ടോട്ടം ഓടി നടക്കുന്നത്. എത്ര കാറിക്കൂകിയിട്ടും കാര്യമില്ല. അതിന് പിന്നാലെ അസം അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹേമന്ത് ബിശ്വ ശർമ്മ ഉടനെ തന്നെ അസമും ഇതേ പ്രഖ്യാപനവുമായി രംഗത്ത് വരും. ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. UP യോഗി പിന്നെ പറയാനില്ല, യോഗി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുംഭമേളയുടെ തിരക്കാണ്. അത് കഴിഞ്ഞാൽ ഉടനെ യോഗിയുടെ ഭാഗത്തു നിന്നും ഒരു ഡിക്ലറേഷൻ ഉണ്ടാകും. ഈ സ്വതന്ത്ര ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏക സിവിൽ കോഡുമായി മുന്നോട്ട് പോയാലും കേരളം മാത്രം മുന്നോട്ട് വരുമെന്ന് വിചാരിക്കരുത്. കേന്ദ്ര സർക്കാർ തന്നെ മുന്നോട്ട് വന്നിട്ട് അത് പാസ്സാക്കേണ്ടി വരും. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും മുത്തലാഖും സമ്പൂർണമായ ഉത്തരാഖണ്ഡിൽ നിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാതാപിതാക്കളുടെ സമ്പത്തിൽ പെൺമക്കളുടെ അവകാശത്തിന് നിയമപരമായ പരിരക്ഷയാണ് ഇതുമൂലം ലഭിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് കൺവിൻസ് ചെയ്തു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ആ നിയമത്തിന്റെ ബെനിഫിറ്റുകൾ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, മുമ്പ് ഏതൊക്കെ രൂപത്തിലായിരുന്നു അനീതികൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്, ഈ നിയമം കാരണം ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ നാട് തന്നെ മാറി മറിഞ്ഞത് എന്ന് പുഷ്കർ സിംഗ് ധാമി തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. എല്ലാ മതങ്ങളിലുമുള്ള പെൺകുട്ടികൾക്ക് സ്വത്തവകാശം ഇനി ഒരുപോലെയാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, ശരീഅത്ത് നിയമമെന്നോ ജനാധിപത്യ നിയമമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈക്വൽ. ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രണ്ടാം വിവാഹം കഴിക്കാൻ ഒരിക്കലും ശ്രമിക്കണ്ട. ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നബിചര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലിംഗം ഊരി താലത്തിൽ വെച്ചിട്ട് ഒരു ഘോഷയാത്ര നടത്തും. ഒരു പുരുഷനും ഒന്നിരിക്കുമ്പോൾ രണ്ടാമതൊന്നിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ പോലും അധികാരമില്ല. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. യൂണിഫോം സിവിൽ കോഡ് ഒരു മതത്തിനും ഒരു ജാതിക്കും ഒരു വിഭാഗത്തിനും ഒരു ആചാരത്തിനും ഒരു വിശ്വാസത്തിനും ഒരു അനാചാരത്തിനും ഒന്നിനും എതിരല്ല. തന്നെയുമല്ല, സമൂഹത്തിന്റെ സമത്വം, രാജ്യത്തിന്റെ വളർച്ച, പുരോഗതി ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതാണെന്നും ധാമി വ്യക്തമാക്കി. വിവാഹം കഴിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി ആൺകുട്ടികൾക്ക് 21 വയസ്സും പെൺകുട്ടികൾക്ക് 18ഉമാണ്. ഇത് എല്ലാ മതങ്ങളിലും ഉള്ള ആളുകൾക്കും ബാധകമാണ്. ഭാര്യ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പുനർവിവാഹം കഴിക്കുന്നത് ശിക്ഷാർഹമാണ്.
ലിവ് ഇൻ ടുഗദർ ബന്ധത്തിൽ ജനിച്ച കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കും. തന്നെയുമല്ല, ഈ ലിവിംഗ് റിലേഷൻ രജിസ്റ്റർ ചെയ്യണമെന്നതും നിർബന്ധമാണ് എന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇനി മുതൽ എല്ലാ വർഷവും ജനുവരി 27 ഏകീകൃത സിവിൽ കോഡ് ദിനമായി ആചരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നതിന്റെ ഭാഗമായി യൂണിഫോം സിവിൽ കോഡ് പോർട്ടലും സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്കൊഴികെ എല്ലാ ജനങ്ങൾക്കും UCC ബാധകമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം എന്ന നേട്ടവും ഉത്തരാഖണ്ഡ് ഇതിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ ഇന്നും പ്രാബല്യത്തിലുള്ള ഒരു സംസ്ഥാനം വേറെയുണ്ട് കേട്ടോ. തുണി ഉടുക്കാത്ത നാട് എന്നൊക്കെ പറയാറില്ലേ ഗോവ. അവർക്ക് അവരുടെ ലൈംഗിക വിചാരങ്ങൾ ഉണ്ടാകുന്നത് തലച്ചോറിൽ നിന്നാണ് എന്ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണ് തുണി ഉടുക്കാതെ പോയി കഴിഞ്ഞാൽ ഉടനെ ലിംഗം കൊണ്ട് ഒരയ്ക്കാൻ വേണ്ടിയിട്ടില്ല. മക്കയില് ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാര് പുറകിലൂടെ പോയിട്ട് സ്ത്രീകളുടെ പിൻഭാഗത്ത് നിതംബത്തിലൊക്കെ ഒരയ്ക്കുന്നത് പോലെ ഗോവയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരയ്ക്കാനെന്നല്ല മൂത്രം ഒഴിക്കാൻ പോലും സുനയുണ്ടാകത്തില്ല. ഒരട്ടഹാസവുമില്ല ഉത്തരാഖണ്ഡിൽ, ഒരവകാശവാദവുമില്ല. ഞങ്ങൾ ഇതാ നടപ്പിലാക്കാൻ പോകുന്നു, ഇപ്പൊ നടപ്പിലാക്കും, നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു, നടപ്പിലാക്കും, ഇങ്ങനെ ഒന്നും ഒരു വീരവാദവുമില്ല. വളരെ സുതാര്യമായ രൂപത്തിൽ തന്നെ പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ചർച്ച ചെയ്യേണ്ടിടത്ത് ചർച്ചകൾ ചെയ്തു, വിശകലനം ചെയ്യേണ്ടിടത്ത് അതായി, വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നിടത്ത് അതുമായി, എതിരഭിപ്രായങ്ങളെ മാനിച്ചു, അത് കൂടുതൽ ഭേദഗതി ചെയ്യേണ്ടതിനെ അങ്ങനെ ചെയ്തു. എല്ലാം അങ്ങനെ ഉത്തരാഖണ്ഡിൽ വിജയകരമായി യൂണിഫോം സിവിൽ കോഡ് വന്നപ്പോൾ പ്രതിഷേധങ്ങളില്ല, ധർണകളില്ല. പിന്നെ ഇവരുടെ പ്രതിഷേധ യോഗങ്ങളിലൊക്കെ ഇവരെന്താ ചെയ്യാറ്? പൊതുനിരത്തുകൾ കത്തിക്കുക, കടകൾക്ക് തീയിടുക, അട്ടഹാസം ഉണ്ടാക്കുക, ഹർത്താലുകൾ, പ്രതിഷേധങ്ങൾ ഒന്നുമില്ല. കാരണം പുഷ്കർ സിംഗ് ധാമിയെ കുറിച്ച് നന്നായിട്ട് ഉത്തരാഖണ്ഡുകാർക്ക് അറിയാം. ഗോവയ്ക്ക് ശേഷം ഉത്തരാഖണ്ഡും യൂണിഫോം സിവിൽ കോഡ് സമ്പൂർണമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണത്. തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റിയാൽ മാത്രമേ തങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനതയുടെ മേൽ തങ്ങൾക്കുള്ള വിശ്വാസവും സ്നേഹവും അർപ്പണബോധവും കടമയും ഒക്കെ പ്രാബല്യത്തിൽ വരും. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അത് നടപ്പിലാക്കി. ജനങ്ങളോടുള്ള കരാറുകൾ, കടമകൾ, അതുപോലെ അവർ തങ്ങളെ ഏൽപ്പിച്ച പ്രതിബദ്ധതയൊക്കെ അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് നരേന്ദ്രമോദിയും അമിത്ഷായും ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി, പ്രോത്സാഹനവും നൽകി. ഓരോരോ സംസ്ഥാനങ്ങളിലായി പൊതു സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചതും ഇതിന് പിന്നിൽ ഒരു വഴിത്തിരിവാണ്. ഇന്ത്യക്കാർക്കു വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിനു വേണ്ടി ഇത് നടപ്പിലാക്കുമ്പോൾ പാകിസ്ഥാനെ തലച്ചോറിലേറ്റിയിരിക്കുന്ന, നെഞ്ചിലേറ്റിയിരിക്കുന്ന ആളുകൾ പറയും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന്. പക്ഷേ അവിടെ രണ്ടാമതൊന്ന് കെട്ടാൻ പോയി നോക്കൂ ഉത്തരാഖണ്ഡിൽ, കാണാലോ പിന്നീട് എന്താ നിയമമെന്ന്. അപ്പോൾ ശരീഅത്ത് നിയമം സ്വാഹ, മാനവിക വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ ശരീഅത്ത് നിയമം നിങ്ങൾ വെച്ചോ. പാകിസ്ഥാനിലോ അഫ്ഗാനിലോ ഒക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടത് മുളയ്ക്കട്ടെ. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ അത് പറ്റില്ല. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി ഭരിക്കുമ്പോൾ നടപ്പില്ല എന്നും മനസ്സിലാക്കി തന്ന അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും. നന്ദി.